പീരീഡ് ആവുന്നതിന് മുമ്പായിട്ട് മിക്കവരുടെ ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടറെ ബലൂൺ വീർക്കുന്ന പോലെ വീർക്കും. പീരീഡ് ആയി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഈ വീർമതയൊക്കെ കുറയും, നന്നായിട്ട് വെയിറ്റൊക്കെ കുറയാറുണ്ട്. പക്ഷേ പീരീഡ്സ് ആവുന്നതിന് മുന്നുള്ള ആ ദിവസങ്ങളിൽ ഡ്രസ്സൊന്നും പാകാവില്ല, ജീൻസൊക്കെ വളരെ ടൈറ്റ് ആവും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും വന്ന് പറയാറുണ്ട്, എസ്പെഷ്യലി കോളേജ് കുട്ടികൾ. ഇത്തരം കേസസിൽ മെയിൻ ഒരു വില്ലൻ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോണിൻ്റെ ഹൈ ലെവൽസ്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽസ് വളരെ ഹൈ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും ബ്ലോട്ടിങ്ങും നീർക്കെട്ടുകളും എല്ലാം തന്നെ കൂടുതലായിരിക്കും. യൂഷ്വലി ഈ പഫിനെസ്സും ബ്ലോട്ടിങ്ങും എല്ലാം നമുക്ക് വരുന്നത് നമ്മുടെ ഫേസിലും വയറിൻ്റെ ഭാഗത്തും കാലിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഈ ടൈമിൽ നമ്മൾ കൂടുതലായി ജങ്ക് ഫുഡ്സും ചിപ്സ് ഐറ്റംസും അച്ചാറ്, പപ്പടം ഇത്തരത്തിലുള്ള സോൾട്ട് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫുഡാണ് കൂടുതലായി കഴിക്കുന്നത് എന്നുണ്ടെങ്കിലും വാട്ടർ റിട്ടൻഷനും സോൾട്ട് റിട്ടൻഷനും എല്ലാം കൂടുതലായിട്ട് വരികയും കൂടുതൽ ഈ ബ്ലോട്ടിങ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. ചിലരിലെങ്കിലും ഈസ്ട്രജൻ്റെ എഫക്റ്റ് കൊണ്ട് ഗട്ട് ഹെൽത്ത് വളരെ പുവറായിട്ട് കാണാറുണ്ട്. അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയും ബ്ലോട്ടിങ്ങും ഡൈജഷൻ പുവർ ആവുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നു. ഇതും കൂടുതലായിട്ട് നമുക്ക് ഒരു സൊളൻ ഫീലിംഗ് ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഹൈ ഫൈബർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചീര, വാട്ടർമെലൻ, കുക്കുംബർ, അതുപോലെ തന്നെ ഗാർലിക്, അവക്കാഡോ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കൂടുതലായി ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഗട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നട്ട്സും സീഡ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ലെവൽസിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പീരീഡ്സിന് ഒരാഴ്ച മുന്നേ തന്നെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നത് നമുക്ക് വാട്ടർ റിട്ടൻഷനും അതുപോലെ തന്നെ സോൾട്ട് റിട്ടൻഷനും എല്ലാം ബോഡിയിൽ ഉണ്ടാകുന്നത് ഒന്ന് കുറയ്ക്കാനും ഒരു ബ്ലോട്ടിംഗ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.